ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ വീഡിയോ മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണിത്. അപ്പോൾ ഇന്ന് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ ഒരു 5:30 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൈമോളിനെതാ മദ്രസയിലേക്ക് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ റൈമോൾ ഇന്ന് ആദ്യമായിട്ടാണ് മദ്രസയിലേക്ക് പോകുന്നത്. റൈമോളിനെ മുജുക്ക മദ്രസയിലാക്കി വിട്ടു. ഇനിയിപ്പോൾ ഇതാ ഞാൻ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചായ വെക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ച് തുടങ്ങുകയാണ്. വീട് മാറിയപ്പോൾ ആകെ ഒരു പതർച്ചയാണ്. എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ല. നമ്മൾ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വീട് മാറുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു അന്തം വിടലാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെവിടെ തുടങ്ങണം എന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാനിതാ ചായ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊന്ന് ആലോചിച്ച് നിന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ റൈമോൾക്കുള്ള ലഞ്ച് റെഡിയാക്കുക എന്ന് കരുതിയത്. അപ്പോൾ ഇന്ന് എന്തായാലും റൈമോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് സോയാബീൻ കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക എന്ന് കരുതി. അങ്ങനെ സോയ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇതാ മുജിക്കാക്കുള്ള ചായയൊന്നും ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഞാനും മുജിക്കയും ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ലഞ്ച് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. സോയ നന്നായിട്ട് പച്ചവെള്ളത്തിലേക്ക് ഒന്ന് കഴുകിയതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യില്ലേ ആ ഒരു മസാല പൗഡറാണ്, ചില്ലി പൗഡറാണത്, അതുകൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് വെളിച്ചക്കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ അടുക്കള പഴയ അടുക്കളയേക്കാളും കുറച്ച് വലിയ അടുക്കളയാണ്. അതുകൊണ്ട് ഒരു ബൾബേ അവിടെ കത്തുന്നുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് കുറച്ച് കമ്മിയാണ്. എന്തായാലും ഒരു ബൾബ് കൂടി ഇടണം, എന്നാലേ കുറച്ച് വെളിച്ചമൊക്കെ വരുള്ളൂ. അങ്ങനെ ഇതാ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് അളന്നെടുക്കുകയാണ്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി അരി നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് ആയ പട്ട, കറാമ്പു, ഏലക്ക അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്തു. ഒരു സവാളയുടെ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടിതാ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ അരിയൊക്കെ നന്നായി ഒന്ന് ചെറുതായി പൊട്ടി വരണം. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് വാട്ടൽ നിർത്താം. അപ്പോൾ ഇതാ നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിതാ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി ഇതാ അത് മൂടി വയ്ക്കാം. ഇനി അടുത്ത അടുപ്പിൽ ഞാനിതാ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് ഹാർഡാക്കി എടുക്കുക, അതുപോലെ ഒരുപാട് കളർ മാറാനായിട്ട് നിൽക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നിറം മാറാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സോയ ഒരുപാട് ഹാർഡായി പോകും. ഇനി ഇതാ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ സോയാബീൻ പൊരിച്ച അതേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള എടുത്ത് നല്ല നൈസായി കട്ട് ചെയ്തിട്ട് ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് കൂടി ഉണ്ടെങ്കിൽ അതുകൂടി നല്ലതാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി നന്നായി തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് മസാല പൗഡർ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിരിയാണി അടിപൊളിയായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തക്കാളി എടുത്തിട്ടുള്ളൂ, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേകട്ടെ, അതുവരെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയും അതുപോലെ സവാളയും ഒക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോയ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ
അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദമ്മിടാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാലയുടെ പരിപാടി. ഒരുപാട് മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല, സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ബിരിയാണി ദമ്മിടുന്നത് പോലെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയതിന് ശേഷം കുറച്ച് നെയ്യ്, അതുപോലെ കുറച്ച് പട്ട ഗ്രാമ്പൂവിൻ്റെ പൊടി, അതുപോലെ കുറച്ച് വറുത്ത ഉള്ളി, അതുപോലെ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ അതേ ടേസ്റ്റാണ്, അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ദമ്മിട്ടതിന് ശേഷം ഞാനിതാ റയമോൾക്ക് മുടിയൊക്കെ ഒന്ന് ചീവി കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അവളൊരു 8 മണിയായപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ തലയൊക്കെ ഒന്ന് ചീവി കെട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയാണ്, എൻ്റെ പിന്നാലെ നടക്കും. അങ്ങനെ റയമോളിനെ റെഡിയാക്കി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഒരു സൈഡിൽ നിന്നും ഞാനിതാ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി റയമോൾക്ക് കഴിക്കാനുള്ളത് കുറച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് റയമോൾക്ക് ലഞ്ച് ബോക്സിൽ കൂടി ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള സാധനങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ബിരിയാണി മാത്രമാണ് വെച്ച് കൊടുത്തത്. പക്ഷെ അത് തന്നെ കാലിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സിനായിട്ട് കുറച്ച് മുറുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റയമോളുടെ പറഞ്ഞയച്ചതിന് ശേഷം ഞാനിപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അധികം തിരുമ്പാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ വിളിച്ചത്. അപ്പോൾ ഉമ്മാനോടും സംസാരിച്ച് അങ്ങനെ രണ്ട് പണിയും നടക്കുമല്ലോ, ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ സംസാരവും നടക്കും, അതുപോലെ നമ്മുടെ പണികളും നടക്കും. പിന്നെ ഉമ്മാക്ക് ബിരിയാണി പറ്റാത്തത് കൊണ്ട് ഞാനിതാ ഉമ്മാക്കുള്ള ദോശയൊന്നും ആക്കി എടുക്കുന്നുണ്ട്. ഒരു 2-3 ദോശ കൂടി ഉമ്മാക്ക് ചുട്ട് കൊടുത്തതിന് ശേഷം ഉമ്മാക്ക് ദോശയ്ക്കൊരു ചമ്മന്തി കൂടി ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഉമ്മാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കണം. അതിനിതാ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി പരിപ്പ് കൂടി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടുപ്പിൽ ചോറും ആവുന്നുണ്ട്, അടുത്ത അടുപ്പിൽ അതേ തീ കൊണ്ട് തന്നെ പരിപ്പും ആയി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പരിപ്പും അതുപോലെ ഉള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതാ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. തീരെ വെളിച്ചമില്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോഴേക്കും ഒരു ബൾബൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനെ അത് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഉമ്മ ചീരയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. രാവിലെ ചീര വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉമ്മ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ചീര കറി വയ്ക്കാം എന്ന് കരുതി. അങ്ങനെ അത് അടുപ്പത്തിട്ടതിന് ശേഷം ഞാനിപ്പോൾ അടിച്ച് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം പിന്നെ ഒരു റൂമും ഒരു അടുക്കളയും അതുപോലെ ഒരു ഹാളും മാത്രമേ തുടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 റൂമും അതുപോലെ ഹാളും ഒക്കെ തുടയ്ക്കാനുള്ളത് കൊണ്ട് തുടച്ച് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം സമയമാവാറുണ്ട്. അങ്ങനെ റൂമും ഹാളൊക്കെ തുടച്ചെടുത്തു. അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അടുപ്പത്ത് വെച്ച ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. കറി പരിപ്പ് അതിലേക്ക് വെച്ച് കൊടുത്തു. പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീര കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പും ചീരയും കറി വയ്ക്കുകയാണ്. അപ്പോൾ കുറേ ആയി പരിപ്പും ചീരയൊക്കെ കറി വെച്ചിട്ട്. അങ്ങനെ ചീര അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചെറിയ അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് വരഞ്ഞ് ഒന്ന് മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ഞാനിതാ മിക്സാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് കൂടി ഒഴിച്ച് കൊടുത്ത് അതിലേക്കുള്ള താളിപ്പ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇറക്കി വെക്കുന്നുണ്ട്. എന്തായാലും പഴയ അടുപ്പിനെ കഴിയും നല്ല സൗകര്യമാണ് കേട്ടോ. ഇവിടെ ഒരടുപ്പിലാകുമ്പോൾ അതേ തീ കൊണ്ട് തന്നെ അടുത്ത അടുപ്പിലും നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. ഇനിയിപ്പോൾ മീൻ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ അടുപ്പത്ത് തന്നെയാണ് ചെയ്തെടുത്തത്. രാവിലത്തെ റയമോൾക്കുള്ള ലഞ്ച് മാത്രം ഞാൻ ഗ്യാസിൽ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലത്തെ പരിപാടി എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചൺ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.